ജനപ്രതിനിധികളായ ബഹുമാനപ്പെട്ട മന്ത്രി VN ബഹുമാനപ്പെട്ട MP തോമസ് കേരളം മുന്നേറ്റ പ്രദേശങ്ങളിലെ കേരളത്തിന്റെ മുഴുവനാമത്തെ ടൂറിസം വകുപ്പ് മന്ത്രി ആദരണീയനായ P. മുഹമ്മദ് റിയാസ് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയാണ്. വികസന ചരിത്രത്തിലെ സുന്ദരമായ സമീപാലവും ഇടപെട്ടിരിക്കുന്നു. മാർച്ച് 7 വ്യാഴം വൈകുന്നേരം 4:30 പാലം അപ്രോച്ച് റോഡിന് സമീപം നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത് ആശംസകൾ അറിയിക്കുന്നതാണ്. ഈ മഹനീയ കർമ്മത്തിലേക്ക് എല്ലാ ആളുകളെയും സകുടുംബം ക്ഷണിക്കുന്നു. എല്ലാവർക്കും കവർ ചെയ്യാം. ഇറങ്ങി നല്ലതാണ്. കേൾക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. എല്ലാവർക്കും അത് വൈഡായിട്ട് ശരി. ആ ഗാന്ധി നമ്മുടെ ഇന്നത്തെ ചടങ്ങിന്റെ പ്രധാന കർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാടമുറിക്കൽ ചടങ്ങ് നടക്കുകയാണ് അയൽപ്പാലത്തിന്റെ. ഇപ്പോൾ നമുക്ക് ഈ സ്ക്രീനിൽ ഇത് കാണാം. നാടിനും നാട്ടുകാർക്കും വളരെയധികം സന്തോഷം നൽകുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നാടമുറിക്കൽ ചടങ്ങിന് ശേഷം വേദിയിൽ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി, നാടിന്റെ മറ്റ് വികസന നായകന്മാർ എല്ലാവരും അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ശ്രീ VN വാസവനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ബഹുമാനായ ഉദ്ഘാടകൻ അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്, സ്വാഗതം ആശംസ ശ്രീ ജോണി വർഗീസ്, ബഹുമാനായ MP ശ്രീ തോമസ് ചാഴികാടൻ, ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KV ബിന്ദു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആര്യ രാജൻ, ഡോക്ടർ TK ജയകുമാർ, കോളേജ് സൂപ്രണ്ട്, ബഹുമാന്യരായ ഫാദർ ജോസഫ് മുണ്ടകത്തിൽ വികാരി അച്ഛൻ അതിരമ്പുഴപ്പള്ളി, ബഹുമാനായ ബിനു കുന്നത്ത് അച്ഛൻ കാരിത്താസ് ഡയറക്ടർ, ബഹുമാനായ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി ഡയറക്ടർ മമ്മാന സ്കൂള്, ബഹുമാനപ്പെട്ട ഫാദർ ജോസ് ആലങ്കർ, ബഹുമാനപ്പെട്ട ഫാദർ അജയ് ജോസഫ്, ബഹുമാനപ്പെട്ട ഫാദർ മാണി അല്ലപ്പുറത്ത്, ഡോക്ടർ എ ജോസ്, ഫാദർ സരീഷ് റെക്ടർ, വേദിയിലുള്ള ബഹുമാന്യരായ മറ്റ് ജനപ്രതിനിധികളെ, ബഹുമാന്യരായ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ, മറ്റ് ഉദ്യോഗസ്ഥ പ്രമുഖരെ, സദസ്സിലുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, ഈ സായാഹ്നം ഈ നാടിനെ സംബന്ധിച്ചോളം അഭിമാനത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിമിഷങ്ങൾ നമുക്ക് പകരുന്നു. ഈ നാട്ടിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ
ഏറ്റ ഒരു വാഗ്ദാനം കൂടി പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ഓഡിറ്റോറിയത്തിൽ ഈ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും വികസന രംഗത്ത് താല്പര്യമുള്ളവരെയെല്ലാം വിളിച്ചു ചേർത്ത് ഒരു ശില്പശാല സംഘടിപ്പിച്ചു. അടുത്ത 5 വർഷമല്ല ലക്ഷ്യമിട്ടത്, 25 വർഷം ഈ ഏറ്റുമാനൂർ മണ്ഡലം എങ്ങനെയായിരിക്കണം, അതിനുതകുന്ന രൂപത്തിലുള്ള ഒരു ഭാവനാസമ്പന്നമായ രേഖയായിരുന്നു അന്ന് ചർച്ചകളിലൂടെ നമ്മൾ ആ ഓഡിറ്റോറിയത്തിൽ ചേർന്ന് രൂപം കൊടുത്തു. അന്ന് രൂപം കൊടുത്ത ആ രേഖ ഓരോന്നോരോന്നായി നടപ്പാക്കിയതിനു ശേഷം ഞാൻ അന്ന് പറഞ്ഞിരുന്നു, 2 വർഷം കഴിയുമ്പോൾ കൃത്യമായി ഇതിന്റെ അവലോകന യോഗം നടക്കും. കൃത്യമായി 2 വർഷം കഴിഞ്ഞപ്പോൾ ആ ജൂലൈ 27 തന്നെ അതിരമ്പുഴ പള്ളിയുടെ ഓഡിറ്റോറിയം ബഹുമാനായ അച്ഛൻ വിട്ടുതന്നു. ആ ഓഡിറ്റോറിയത്തിൽ ബഹുമാനായ ജോസഫ് മണ്ഡലത്തിൽ അച്ഛന്റെയും മുല്ലശ്ശേരി അച്ഛന്റെയും ഒക്കെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ബഹുജനങ്ങളുടെ പ്രതിനിധികളെ എല്ലാം വിളിച്ചു ചേർത്ത് ഈ 2 വർഷം എത്രത്തോളം കാര്യം നടപ്പാക്കിയെന്ന് ഒരുപക്ഷെ ഈ സംസ്ഥാനത്ത് വേറെ ഒരു നിയോജകമണ്ഡലത്തിൽ നടക്കാത്ത രൂപത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ ഒരു സെമിനാർ നടക്കുകയുണ്ടായി. അന്ന് 82% കാര്യങ്ങൾ നടപ്പായി എന്ന് ഞാൻ ബോധ്യപ്പെടുത്തി. അത് കേരളത്തിൽ മറ്റൊരു മണ്ഡലത്തിലും നടന്നിട്ടില്ല. ഞങ്ങൾ നവകേരള സദസ്സുമായി ഇവിടെ വരുമ്പോ നമ്മുടെ രേഖ കണ്ട മുഴുവൻ മന്ത്രിമാരും ആ രേഖ എടുത്തോണ്ട് പോയി. അവരവരുടെ മണ്ഡലങ്ങളിൽ ഇതൊന്ന് സംഘടിപ്പിക്കണം. മറ്റൊരു മണ്ഡലത്തിലും ഇത്തരമൊരു പരിശോധന 2 വർഷം കഴിഞ്ഞപ്പോൾ നടത്തിയിട്ടില്ല. ആ 2 വർഷം കഴിഞ്ഞപ്പോൾ നടത്തിയ പരിശോധനയിൽ പുത്തൻ ചില ആശയങ്ങൾ കൂടി വന്നു. ആ ആശയങ്ങൾ കൂടി നമ്മൾ നടപ്പാക്കത്തക്ക രൂപത്തിലേക്ക് നമ്മുടെ ഷെൽഫ് ഓഫ് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാരെന്ന് മനസ്സിലാക്കി ജനപ്രതിനിധികൾ ദാസന്മാരായിരിക്കണമെന്ന സങ്കല്പം അർത്ഥപൂർണമാക്കി ഈ നാടിന്റെ ജനാധിപത്യപരമായ ഉള്ളടക്കം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലക്ഷ്യമിടുന്നത്. ആ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കുമ്പോൾ ഞങ്ങൾ ഈ പാലത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ദശാബ്ദക്കാലത്തിലേറെ നീണ്ട വലിയ കാത്തിരിപ്പായിരുന്നു ഇത്തരമൊരു പാലം തീർക്കുന്നത്. പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. ആ പല രൂപത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഓരോന്നോരോന്നായി തരണം ചെയ്ത് ഏറ്റവും അവസാനം നമുക്ക് ഇത് ടെൻഡർ ചെയ്യുമ്പോൾ 5 പ്രാവശ്യം ടെൻഡർ ചെയ്യേണ്ടി. 5 പ്രാവശ്യം ടെൻഡർ ചെയ്തിട്ടും ഇത് മര്യാദയ്ക്ക് എടുത്ത് നടത്താൻ ഒരു കോൺട്രാക്ടർ മുന്നോട്ട് വന്നില്ല. അവസാനം ഒരു എഞ്ചിനീയറിംഗ് കമ്പനി മുന്നോട്ട് വന്ന് മുളന്തുരുത്തി പാലവും കാരിത്താസ് പാലവും യോജിച്ച് ടെൻഡർ ചെയ്തപ്പോൾ അത് ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി അദ്ദേഹം കൊട്ടേഷൻ കൊടുക്കുകയും ടെൻഡർ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് ടെൻഡർ ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വീണ്ടും മെറ്റീരിയൽ കോസ്റ്റ് കൂടിയിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അദ്ദേഹവും അത് പിൻവലിച്ചു പോയി. അപ്പൊ പിന്നീട് ഇത് ആരേറ്റെടുക്കും എന്നുള്ള പ്രശ്നങ്ങൾ വന്ന് പലരും ബഹളത്തിലായി അസ്വസ്ഥരായി നിൽക്കുമ്പോഴാണ് ഞാൻ ഈ പ്രശ്നത്തിൽ ഇതിന് അവസാനമായി പരിഹാരം കാണാൻ വേണ്ടി ചെയ്തത് സഹകരണ വകുപ്പിന്റെ തന്നെ കീഴിലുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ചെയർമാനും സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചു. സെക്രട്ടറി സദസ്സിലുണ്ടാവില്ല, വേദിയിലുണ്ടാവും. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്ന അദ്ദേഹം വിട്ടുപോയി, ഞാൻ അവരെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോ അവരെ വിളിച്ചു വരുത്തി ഈ കാര്യത്തിൽ കൃത്യമായ കാര്യങ്ങൾ സംസാരിച്ചപ്പോ നിങ്ങൾ അവരെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ആരാണ് ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി? നമ്മുടെ നവോത്ഥാന നായകന്മാരിൽ കേരളത്തിൽ ശ്രദ്ധേയനായ വാഗ്ഭടാനന്ദ ഗുരുവിൽ സ്ഥാപിക്കപ്പെട്ട തൊഴിലാളികളുടെ സഹകരണ സംഘമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. ഇന്ന് അവർക്ക് 18,000 സ്കിൽഡ് ലേബേഴ്സ് ഉണ്ട്, 1,500 എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവർക്ക് 2,000-ഓളം IT പ്രൊഫഷണലുണ്ട്, 1,000-ഓളം അവർക്ക് ട്രെയിനീസ് ഉണ്ട്. എല്ലാം കൂട്ടിച്ചേർത്താൽ അവർക്ക് 20,000-ന് മുകളിൽ നമ്പരാണ് അവരുടെ വർക്കേഴ്സും അതുപോലെ ഓഫീസേഴ്സും എല്ലാം കൂട്ടിച്ചേർത്താൽ. ഒരു കാര്യം കൂടി അവരെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, ഈ അടുത്ത കാലത്ത് ലോകത്ത് സഹകരണ മേഖലയെ സംബന്ധിച്ച് വിലയിരുത്തുന്ന വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ വിലയിരുത്തിയപ്പോ ലോകത്തിലെ 2ാമത്തെ സൊസൈറ്റിയായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ തെരഞ്ഞെടുത്തു എന്ന സന്തോഷ വാർത്തകൾ അറിയിക്കുകയാണ്. 1ാമത്തെ സഹകരണ സംഘം സ്പെയിനാണ്. 1ാമത്തെ സഹകരണ സംഘം സ്പെയിനും 2ാമത്തെ സഹകരണ സംഘം നമ്മുടെ കേരളത്തിലെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമാണ്. അതിന്റെ 100ാം വാർഷികമായിരുന്നു അടുത്ത കാലത്ത് ഞങ്ങൾ പോയിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം ഞാനും പോയിരുന്നു, ഞാൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ആ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അവരുടെ ഒരു ഗുണം കൂടി നിങ്ങൾ തിരിച്ചറിയണം.
സർക്കാർ വർക്കുകൾ ഏറ്റെടുക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ലാഭം വന്നാൽ ആ ലാഭം തിരിച്ച് സർക്കാരിലേക്ക് അടയ്ക്കുന്ന പാരമ്പര്യമുള്ള സഹകരണ സംഘം കൂടിയാണ് മനസ്സിലാക്കുന്നത്. അവർക്കെതിരെയാണ് ഈ വർക്ക് എടുക്കാൻ വന്നപ്പോ ചില സാമൂഹ്യ വിരുദ്ധ ശക്തികൾ ഇത് വലിയ രൂപത്തിലുള്ള തട്ടിപ്പാണെന്ന രൂപത്തിൽ പ്രചരണം നടത്തിയത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് അവരാരാണെന്ന് പറഞ്ഞത്. അവർ ബാക്കി ലാഭം ഗവൺമെന്റിലേക്ക് തിരിച്ചടയ്ക്കുന്നു. അങ്ങനെ അവർ ലാഭാധിഷ്ഠിതമല്ല. കോപ്പറേറ്റീവ് സെക്ടറിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ്, സാമൂഹ്യ പ്രതിബദ്ധതയാണ്. ആ നിലയിൽ തന്നെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നിങ്ങൾക്കറിയാം, പാലാരിവട്ടം തകർന്നപ്പോ എല്ലാ ജനങ്ങളും ആഗ്രഹിച്ച് ഊരാളുങ്കൽ ഒന്ന് ഏറ്റെടുത്തത് പെട്ടെന്ന് നടപ്പാക്കി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. അവരാണ് ചങ്ങനാശ്ശേരിയിലെ എലിവേറ്റഡ് ഹൈവേ ഇപ്പം നിർമ്മിച്ച് തീർത്തുകൊണ്ടിരിക്കുന്നത്. അവരാണ് നമ്മുടെ മേലുകാവിൽ അങ്ങോട്ട് പോകുന്ന പ്രധാനപ്പെട്ട എലവീഴ പൂച്ചറി അതിന്റെ ഇപ്പുറത്ത് വാഗമണ്ണം റോഡും പെട്ടെന്ന് നിർമ്മിച്ചു കൊടുത്തവരാണ്. എത്രയെത്ര വർക്കുകൾ അവർ ഏറ്റെടുത്തിരിക്കുന്നു. ആ രൂപത്തിൽ അവരുടെ വർക്ക് ഇവര് സഹകരണ വകുപ്പിന്റെ കീഴിലായതുകൊണ്ട് എന്റെ ഒരിക്കൽ പല MLA-മാരും വർക്ക് കിട്ടുമ്പോഴേ ഓടി വരും. ആ ഊരാളുങ്കലുകാരോട് ഒന്ന് പറഞ്ഞ് ഈ വർക്ക് കൊടുത്തെടുക്കാൻ പറയാവോ? എന്തൊരു ശുപാർശ എന്റെ എനിക്ക് വരുന്നത്. ആ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ഈ വർക്ക് ഏൽപ്പിച്ച് ഞാൻ വിളിച്ചു വരുത്തി സംസാരിച്ച ഒരു ധാരണയായി ക്യാബിനറ്റിൽ പോയി 28% എബവ് വേണമായിരുന്നു. സാധാരണഗതിയിൽ അത്ര എബവ് വരുന്നതൊന്നും ക്യാബിനറ്റിൽ അംഗീകരിച്ചു കൊടുക്കാറില്ല. ഏതായിരുന്നാലും ക്യാബിനറ്റ് എന്റെ അഭ്യർത്ഥന മാനിച്ചു. 28% എബവ് വന്നു. 13,60,00,000 രൂപ അനുവദിച്ചുകൊണ്ട് ഇതിന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് കൊടുക്കാനുള്ള ഉത്തരവ് നമുക്ക് തന്നു. അങ്ങനെയാണ് ഇതിന്റെ നിർമ്മാണത്തിൽ നാം ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഈ പൂർത്തീകരണം ഉണ്ടായത് എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും അവർ ഏറ്റെടുക്കുമ്പോൾ അവർക്ക് കൊടുത്തത് 15 മാസമാണ്. നമ്മളിത് നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തത് 2022 ഡിസംബറിലാണ്, ഡിസംബർ 21-നാണ്. അതിനുശേഷം ഇതിന്റെ എഞ്ചിനീയറിംഗ് എല്ലാം കിട്ടാൻ മദ്രാസിലെ ചെന്നൈയിലെ IIT പോയി അതെല്ലാം വാങ്ങിക്കൊണ്ട് അവർ വന്നപ്പോ ഫെബ്രുവരിയായി. യഥാർത്ഥത്തിൽ ഫെബ്രുവരിയിലാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. 15 മാസം കൊടുത്തെങ്കിലും ആ 15 മാസം എടുക്കാതെ 13 മാസം കൊണ്ട് ഈ വർക്ക് പൂർത്തീകരിച്ചത് നമുക്ക് സമർപ്പിച്ചതിന് അവർക്ക് ഒരു ബിഗ് സല്യൂട്ട് നമുക്ക് കൊടുക്കാം. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നിങ്ങൾ അതുവഴി കയറി ഇറങ്ങി നടന്നില്ലേ? എത്ര പെർഫെക്ഷൻ ആണ് ആ വർക്കിന്, എത്ര ക്ലാരിറ്റിയാണ് ആ വർക്കിന്. ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു ന്യൂനത പറയാനുണ്ടോ? ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ വർക്കെടുത്ത് നടത്തുന്നത്. നാടിനോട് പ്രതിബദ്ധതയുള്ള കൂട്ടർ ചെയ്യേണ്ടതാണ്. അതാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. അപ്പോ അവ ഈ കാര്യത്തിൽ ഇത്തരത്തിൽ ചെയ്തു തന്ന സമയബന്ധിതമായി പൂർത്തീകരിച്ചപ്പോ ഒരു നാടിനത് ജനകീയ ഉത്സവമായി, ഒരു നാടിന്റെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയായി. ഇവിടെയാണ് നമുക്ക് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റിന്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിയേണ്ടത് എന്ന കാര്യം ഞാൻ എടുത്ത് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇത് മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്, നടക്കില്ല എന്ന് പറഞ്ഞ 5 പ്രവർത്തികൾ ഈ കാലഘട്ടത്തിൽ നടപ്പാൻ ചിലത് തീർന്നു കഴിഞ്ഞു, ചിലത് ഓൺഗോയിങ് പ്രോജക്റ്റാണ്. മറ്റൊരു പാലമാണ് നമ്മുടെ കമ്പനിക്കടവ് പാലം. 13 വർഷം മുമ്പ് ഭരണാനുമതി കിട്ടിയ പാലം നടക്കില്ലെന്ന് പറഞ്ഞ് അതിന് പുറകെ നടന്നു നടത്തിയ ആളുകൾ പലരും മൺമറഞ്ഞു പോയി, പലരുടെയും ചെരുപ്പ് തേഞ്ഞു പോയി. അവസാനം ഈ വിഷയം ഞങ്ങളുടെ മുമ്പിൽ വന്നു. ഞങ്ങൾ ആ വിഷയം ഏറ്റെടുത്തു. അതിന്റെ കുരുക്കെന്താണെന്ന് കണ്ടുപിടിച്ചു. ആ കുരുക്കഴിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് പോയാൽ കാണാം, 3 മാസത്തിനുള്ളിൽ ഈ കമ്പനിക്കടവ് പാലവും ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഏറ്റുമാനൂർ പുതുപ്പള്ളി മണ്ഡലത്തെ ബന്ധിപ്പിക്കുന്നു. നടക്കില്ലെന്ന് പറഞ്ഞൊരു കാര്യമാണ്. നടക്കില്ല, വലിയ രൂപത്തിൽ തടസ്സം നിന്നാണ് പട്ടിത്താനം ബൈപ്പാസ് ജോണി ഇവിടെ സൂചിപ്പിച്ചു. ആ നടക്കില്ലെന്ന് പറഞ്ഞതും അമേരിക്കയിൽ ഉണ്ടായിരുന്ന പ്രതിനിധിയെ നമ്മുടെ ബൈജു ഒക്കെ കൂടി വിളിച്ചു വരുത്തി പല നെഗോസിയേഷൻ നടത്തി ആ പ്രശ്നങ്ങൾക്കും പരിഹാരമായി. അതുപോലെ 26 ലക്ഷം രൂപ രാജുവിന് കൊടുത്ത് അദ്ദേഹത്തെ സെറ്റിൽ ചെയ്തു. അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായപ്പോ ഇപ്പൊ പട്ടിത്താനം ബൈപ്പാസ് ഏറ്റുമാനൂരിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായെന്ന് മാത്രമല്ല, ഇപ്പോഴിതാ ആ റോഡിൽ 100 തെരുവുകളെ കൂടി ഇപ്പോ ഓർഡർ ആയിരിക്കുന്നു. 99.6 ലക്ഷം രൂപ എന്ന സന്തോഷ വാർത്തയും അറിയുകയാണ്. പകൽ പോലെ വെളിച്ചമാകുകയാണ് പട്ടിത്താനം ബൈപ്പാസ്. അതുപോലെ മറ്റൊന്നാണ് അതിരമ്പുഴ ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ്. എത്രയോ വലിയ ആശയങ്ങളായിരുന്നു. എന്നോട് പാണിയച്ഛൻ പറഞ്ഞു, അദ്ദേഹം വികാരി അച്ഛനായിരുന്ന കാലഘട്ടത്തിൽ നിരവധി ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ച വിഷയമാണ്. ബഹുമാനായ ജോസഫ് മുണ്ടകത്തിൽ അച്ഛനും ഈ വിഷയത്തിൽ നിരവധി പ്രാവശ്യം ഈ വിഷയങ്ങൾ ഇടപെട്ടു. പക്ഷേ അതിരമ്പഴത്തെ വലിയ രൂപത്തിലുള്ള കൺജസ്റ്റഡ് ആയിട്ടുള്ള ട്രാഫിക് സംവിധാനങ്ങളും നമ്മുടെ സൂചിപ്പിച്ചതുപോലെ സോണാക്കുപ്പിടെ കഴുത്ത് പോലിരിക്കുന്ന വളവുമെല്ലാം ചേരുമ്പോൾ എത്ര അപകടങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. എന്തായിരുന്നു പ്രശ്നം എന്നറിയാമോ? 86 പേരുടെ ഭൂമി എടുക്കണമായിരുന്നു.
86 പേരുടെ ഭൂമി എടുക്കണമെങ്കിൽ 86 സർവേ നമ്പർ കണ്ടുപിടിക്കണം, 86 പേർക്ക് നോട്ടീസ് പോകണം, ആ 86 പേർക്ക് നോട്ടീസ് കൊടുത്ത് ഹിയറിംഗ് നടത്തണം, 4-1 നോട്ടിഫിക്കേഷനും 6-1 നോട്ടിഫിക്കേഷൻ വേണം. ഇങ്ങനെ ഇതിന്റെ പുറകെ നടന്ന് വലിയ രൂപത്തിലുള്ള മീറ്റിംഗുകൾ വിളിച്ചുകൂട്ടി. ഞങ്ങൾ തിരുവനന്തപുരത്ത് മന്ത്രിയുടെ സ്ഥാനത്തിൽ 3 മീറ്റിംഗ്, കോട്ടയം കളക്ടറേറ്റിൽ ജയശ്രീ കളക്ടറായിരുന്നപ്പോൾ ഉള്ള മീറ്റിംഗ്, അതുപോലെ തന്നെ പിന്നീട് വന്നിട്ടുള്ള ഉദ്യോഗസ്ഥ പ്രമുഖരുടെ മീറ്റിംഗ്, ഇതെല്ലാം കൂടി 86 പേരുടെ ഭൂമി എടുത്ത് ഇപ്പോൾ ഈ പെരുന്നാളിന്റെ സമയത്ത് ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് പൂർണ്ണതയിലെത്തിയിലും നടപ്പാക്കുമെന്ന് അച്ഛനോട് പറഞ്ഞ വാഗ്ദാനവും പാലിച്ചിരിക്കുന്നു എന്ന് ബഹുമാന അച്ഛനോടും ഈ നാട്ടിലെ ജനങ്ങളോടും അറിയിക്കുകയാണ് സന്തോഷത്തോടെ. അതിന്റെ ഇനി അവിടെ അതിന്റെ പൂർത്തീകരണം വരുമ്പോഴേക്കും ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉണ്ടാവും, ഒരു വെയിറ്റിംഗ് ഷെഡ് അതിവിടെ സ്ഥാപിച്ച് വളരെ മനോഹരമായി അതിരമ്പുഴ ജംഗ്ഷൻ മാറ്റുന്നതാണ്. ഇത് കൂടാതെ അവിടുന്ന് തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെടാതെ പോയ നീണ്ടൂരിലേക്കും അതിരമ്പുഴ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ആട്ടുകാരൻ ഗവർണർ റോഡ്, ആ റോഡും ഇതാ അത് ചെയ്ത കോൺട്രാക്ടർ ഷിബാബു വിവേദിയിലുണ്ട്, അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പാലമാണ് ഓണത്താറ്റ് പാലം കുമരകം. എത്രയോ വർഷങ്ങളായി ആളുകൾ മറവിളി കൂട്ടിക്കൊണ്ടിരുന്നൊരു പാലമാണ്. ആ പാലത്തിനും ഇപ്പൊ ഇതാ പരിഹാരമായി. പാലം തീർന്നു. ഇപ്പൊ ഏറ്റവും അവസാനം അപ്രോച്ച് റോഡിന് ആദ്യം കരിങ്കല്ല് കെട്ടി മണ്ണ് നിറയ്ക്കാനാണ് നിർദ്ദേശിച്ചിരുന്നതെങ്കിൽ അവിടുത്തെ മണ്ണ് പരിശോധിച്ചപ്പോൾ ചെളിയാണെന്ന് കണ്ട് ഭാവിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഇതിരുന്നു പോയെങ്കിലും എന്ന് വിചാരിച്ചത് മാറ്റി മുഴുവൻ കോൺട്രാക്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഫയലടിച്ചു തുടങ്ങി. 5.5 കോടി കൂടെ കൂടുതലായി അനുവദിച്ച് ഇന്നലെ ഉത്തരവായിട്ടുണ്ട്. നാളെ മുതൽ അതിന്റെ പണി വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതാണ് ഇതുവരെ നടക്കാതിരുന്ന മറ്റൊരു പാലം. അതുപോലെ കരിപ്പാലം നടക്കില്ലെന്ന് പറഞ്ഞ ഓൺഗോയിങ് പ്രോജക്റ്റ് ആണ്. അതുപോലെ വളർച്ചപ്പാലവും പരിപ്പ് പാലവും തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ ഈ പാലങ്ങളെല്ലാം തീർന്നതുപോലെ തന്നെ നമ്മുടെ വീണ്ടൂരിലെ പാലയിൽ പാലം എല്ലാ ഭരണാനുമതിയും കിട്ടി, അതിന്റെ TSC കിട്ടി, അതിന്റെ വർക്ക് മുന്നോട്ട് നീങ്ങാൻ കുമരകത്തെ കോണത്താറ്റ് പാലം തീർന്നാൽ അപ്പം തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് അത് എത്തുകയാണ്. ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇനി നിന്ന് പ്രസംഗിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ വരും. 8 റോഡുകളാണ് റീബിൽഡ് കേരളയിൽപ്പെടുത്തി നമ്മൾ ആരംഭിച്ചതാണ്. ഗാന്ധിനഗർ മെഡിക്കൽ കോളേജ് റോഡ് ഉൾപ്പെടെ ഈ മണ്ഡലത്തിലെ മുഴുവൻ റോഡുകളും BMBC നിലവാരത്തിൽ. ഇനി ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഒറ്റ PWD റോഡ് പോലും BMBC നിലവാരത്തിൽ ചെയ്യാനില്ല, മുഴുവൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയും നിങ്ങളെ അറിയിക്കുകയാണ്. ആ കൂട്ടത്തിൽ വ്യവസായ രംഗത്ത് ഒരു പുതിയതായി ഒരു നെല്ല് സംഭരണ സംസ്കരണ വിപണന സംഘം തുടങ്ങുമെന്ന് ഞാൻ പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനം നടപ്പാക്കിയിരിക്കുന്നു. നടപ്പാക്കിയെന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ ശിലാസ്ഥാപനം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏറ്റുമാനൂരിനോട് ചേർന്ന് കിടക്കുന്ന കൂടല്ലൂർ പ്രദേശത്ത് 10 ഏക്കർ സ്ഥലമെടുത്ത് പ്രതിപക്ഷം 55,000 മെട്രിക് ടൺ നെല്ല് കുത്തി അരിയാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മില്ല് സ്ഥാപിച്ച് അവിടെ ഡസൻ കണക്കിന് ആളുകൾക്ക് തൊഴിലവസരം ഉണ്ടാക്കി. ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല അന്നം തരാനുള്ള അവസരം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന സന്തോഷ വാർത്തയും അറിയിക്കുകയാണ്. അപ്പോൾ ഈ നാടിനെ സംബന്ധിച്ചോളം അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇനി നടക്കാൻ പോകുന്നത് 2-3 ദിവസത്തിനുള്ളിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ അടിപ്പാത, അവിടെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ആയിരക്കണക്കിന് രോഗികൾ ഓരോ ദിവസവും നമ്മുടെ OP-യിലേക്ക് പോകുമ്പോൾ പലരും ബസ് വരുമ്പോൾ മറിഞ്ഞു വീഴുന്നു, അപകടങ്ങളിൽപ്പെടുന്നു. ഞങ്ങൾ ആലോചിച്ചപ്പോൾ അതിന് ശാശ്വതമായ ഒരു പരിഹാരം അടിപ്പാതയാണെന്ന് കണ്ടു. അങ്ങനെ അടിപ്പാതയ്ക്ക് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഞാൻ പണം വെപ്പിച്ചു. അതിപ്പോ സാധ്യമായി. അതിന് AS കിട്ടി, TS കിട്ടി, വർക്ക് ടെൻഡർ ചെയ്തു. നമ്മുടെ സോണി പാലാത്ര വർക്ക് എടുത്തു. ഇന്ന് അതിന്റെ എഗ്രിമെന്റ് വെച്ചു. 3 ദിവസത്തിനകം വർക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുന്നു. ഇത് നമ്മൾ ദേശീയ തലത്തിൽ 6 തലത്തിൽ ഈ മെഡിക്കൽ കോളേജ് 1ാം സ്ഥാനത്താണ്. ഏറ്റവും കൂടുതൽ ഓപ്പൺ ഹാർട്ട് സർജറിയും അല്ലെങ്കിൽ ബൈപ്പാസ് സർജറിയും വാൽവ് റീപ്ലേസും ഉൾപ്പെടെയുള്ള തൊറാസിക് സർജറി വിഭാഗത്തിലെ സർജറി നടക്കുന്നവിടെയാണ്. 10 ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നത്, ഹൃദയം മാറ്റിവെക്കൽ. അതിന്റെ കരവിരുതാണ് ഈ വേദിയിലിരിക്കുന്ന ഡോക്ടർ TK ജയകുമാർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇതാ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ അനുസ്യൂതം നടക്കുന്നു. ഏറ്റവും കൂടുതൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി നടക്കുന്ന മെഡിക്കൽ കോളേജ് നമ്മുടെ മെഡിക്കൽ കോളേജാണ്. 5 ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിരിക്കുന്നു. ആദ്യമായി കേരളത്തിൽ നടന്നത് കോട്ടയം മെഡിക്കൽ കോളേജാണ്. അതുപോലെ ട്രോമ ICയിലെ സർജറി നടന്നിരിക്കുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏറ്റവും നമ്പർ നമ്മുടേതാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവന് സൗജന്യ ചികിത്സ ഉറപ്പാക്കിയ മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് 1ാം സ്ഥാനവും ഗുജറാത്ത് 2ാം സ്ഥാനവും. ഈ രൂപത്തിൽ നമ്മുടെ മെഡിക്കൽ കോളേജ് മുന്നോട്ട് നിൽക്കുന്നു. ഇങ്ങനെ വരുന്ന മെഡിക്കൽ കോളേജിന് ഇതാ ഈ കഴിഞ്ഞ ദിവസം ഡെന്റൽ കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു. ഇതാ സ്പെഷ്യാലിറ്റി ക്ലിനിക് ഓൺഗോയിങ് പ്രോജക്റ്റ് ആണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ബിൽഡിംഗ് ഓൺഗോയിങ് പ്രോജക്റ്റ് ആണ്. 2-3 മാസത്തിനകം സ്പെഷ്യാലിറ്റി ബിൽഡിംഗ് തീർക്കും. അത് കഴിഞ്ഞാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും 300 പുതിയ ബെഡുകൾ, 16 ഓപ്പറേഷൻ തിയേറ്ററുകൾ, ഇതെല്ലാം ചേർന്നുള്ള ആധുനിക സംവിധാനത്തോടുകൂടി വരുന്നതോടൊപ്പം നബാർഡിന്റെ ഫണ്ട് ഉപയോഗിച്ച്
അവിടുത്തെ കാർഡിയോളജി വിഭാഗത്തിന്റെ സെക്കൻഡ് ഫേസ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ചേർന്ന് വരുമ്പോ മെഡിക്കൽ കോളേജിന് 1000 കോടി രൂപയുടെ വികസനം ഈ കാലഘട്ടത്തിൽ നടന്ന് എല്ലാ അർത്ഥത്തിലും കോട്ടയം മെഡിക്കൽ കോളേജ് കേരളത്തിലെ നമ്പർ 1 മെഡിക്കൽ കോളേജായി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ മെഡിക്കൽ കോളേജ് മാറിയിരിക്കുന്നു. ഏറ്റുമാനൂരിൽ അതിന്റെ അനുബന്ധമായുള്ള ആശുപത്രി കഴിഞ്ഞ ദിവസം ഒപിക്ക് പുതിയ കെട്ടിടപ്പണി ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിൽ ഐവരത്തെ പുതിയ PHS ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു, പുതിയ സെന്റർ. ഇങ്ങനെ ഈ നാടിന്റെ നാനാതരത്തിലുള്ള വികസന പ്രവർത്തനത്തിൽ ഉൽപാദന മേഖലയിലും സേവനത്തിന്റെ തുറകളിലും പശ്ചാത്തല വികസനത്തിലും ഒരേപോലെ ഈ മണ്ഡലത്തിൽ നാം ആഗ്രഹിച്ച നമ്മുടെ ശില്പശാല രൂപം കൊടുത്ത ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിനെല്ലാമുള്ള പ്രചോദനം 2 ഘടകമാണ്. ഒന്ന്, ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെ നിർലോഭമായ സഹായവും സഹകരണവും സാന്നിധ്യവും പങ്കാളിത്തവും ഈ രംഗത്ത് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ രൂപത്തിലുള്ള ശക്തി സ്രോതസ്സാണ് ഊർജം പകരുന്നതിൽ നിന്നാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ ഇന്ധനം, ഈ നാട്ടിലെ ജനങ്ങളുടെ സഹകരണമാണ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി. ആ ഗവൺമെന്റിന്റെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ ജനകീയ പ്രശ്നങ്ങൾ സമയോചിതമായി സന്ദർഭത്തിൽ പരിഹരിച്ചു തരാൻ ഒരു മുഖ്യമന്ത്രി ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടാലും അതിലെല്ലാം ഈ മണ്ഡലവുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എല്ലാം ചെയ്തു തരുന്ന സഹായങ്ങൾ. ഇതിനും ബഹുമാന്യായ മുഹമ്മദ് റിയാസ് ഈ കാര്യത്തിൽ നല്ല രൂപത്തിലുള്ള സഹായം നമുക്ക് ക്യാബിനറ്റിൽ ഈ അവസരം വിഷയം അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇനിയും നടക്കാനുള്ള കാര്യങ്ങളെല്ലാമായി മുന്നോട്ട് പോകുമ്പോൾ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെ സഹായവും സഹകരണവും സാന്നിധ്യവും പങ്കാളിത്തവും ഉപദേശവും നിർദ്ദേശവും ഉണ്ടാവണം. വിമർശനങ്ങളാവാം, സൃഷ്ടിപരമായ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു, ക്രിയാത്മകമായ നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആ നിലയിൽ നിന്നുകൊണ്ടാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. ആ നിലയിലേക്ക് മുന്നോട്ട് പോകാൻ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളോടൊപ്പം എല്ലാ ഘട്ടങ്ങളിലും നിങ്ങളിലെ എളിയദാസനായി ഞാനും ഉണ്ടാകുമെന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള ഈ അപ്രോച്ച് റോഡ് ഈ പാലവുമായി ബന്ധിപ്പിച്ച് ഉദ്ഘാടനം ചെയ്യാൻ ആദരണീയനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മേൽപ്പാലത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇപ്പോൾ ഓൺലൈനിൽ നിർവഹിക്കുകയാണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ്. ബഹുമാനപ്പെട്ട തുറമുഖ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ, ബഹുമാന്യനായ MP ശ്രീ തോമസ് ചാഴിക്കാട്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ദിവസമാണിന്ന്. ഏറെ കാത്തിരിപ്പിനൊടുവിൽ ഒരു നാടിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ഈ സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന പദ്ധതിയിൽ ഒരു റെയിൽവേ മേൽപ്പാലം കൂടി പൂർത്തിയായിരിക്കുകയാണ്. കാഞ്ഞങ്ങാടിനും ഫറോക്കിനും ഗുരുവായൂരിനും തിരൂരിനും ശേഷം 5ാമത്തെ റെയിൽവേ മേൽപ്പാലം കൂടി സാധ്യമായിരിക്കുന്നു. റെയിൽ പാളത്തിന് മുകളിൽ സ്മാരകമാകുമെന്ന് പലരും പരിഹസിക്കുകയും പ്രവചിക്കുകയും ചെയ്തെടുത്താണ് കാരിത്താസ് ഈ ഗവൺമെന്റ് റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. വളരെ സന്തോഷത്തോടുകൂടി കാരിത്താസ് റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ 13,60 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ മേൽപ്പാലം പണി തീർത്തിരിക്കുന്നത്. RBDCയുടെ മേൽനോട്ടത്തിൽ നല്ല ഗതാഗത സൗകര്യങ്ങളുള്ള ഒരു മേൽപ്പാലം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു. മെഡിക്കൽ കോളേജിലേക്കുൾപ്പെടെ മികച്ച ഗതാഗതം സാധ്യമാക്കുവാൻ ഈ മേൽപ്പാലം സഹായകരമാകും. തടസ്സമില്ലാത്ത റോഡ് ശൃംഖല എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് ലെവൽ ക്രോസ് ഇല്ലാത്ത കേരള പദ്ധതി LDF സർക്കാർ ആവിഷ്കരിച്ചു. 72 മേൽപ്പാലങ്ങൾ RBDCയും 22 മേൽപ്പാലങ്ങൾ KRDCയിലും നിർമ്മിക്കുന്നതാണ് പദ്ധതി. RBDCക്ക് നിർമ്മിക്കുന്ന 4 പൂർത്തിയായി. 9 മേൽപ്പാലങ്ങൾ ഒന്നിച്ച് പ്രവൃത്തി നടക്കുകയാണ്. റെയിൽവേ ഭാഗം നിർമ്മാണം നടത്തിയാൽ 9 നമുക്ക് ഈ വർഷം പൂർത്തിയാക്കാൻ സാധിക്കും. റെയിൽവേ ഭാഗത്തിന്റെ നിർമ്മാണത്തിന് വേഗത വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരുമായി ഇടപെടുന്നുണ്ട്. 250 കോടിയിലധികം രൂപ ഈ പ്രവർത്തനങ്ങൾക്ക് മാത്രമായി ചെലവഴിക്കുകയാണ്. കിഫ്ബി
ഈ പദ്ധതിയിലെ മറ്റ് 63 മേൽപ്പാലത്തിനുള്ള പ്രവർത്തനങ്ങൾ വിവിധ ഘട്ടങ്ങളിലാണ്. RBDCക്ക് നിർമ്മിക്കുന്നതിൽ 25 റെയിൽവേ ഓവർബ്രിഡ്ജുകൾ 2025 പൂർത്തിയാക്കുവാൻ LDF സർക്കാർ ലക്ഷ്യമിടുകയാണ്. 20 പദ്ധതികൾക്ക് സ്ഥലമേറ്റെടുക്കൽ പുരോഗതിയിലാണ്. അതിൽ അന്തിമഘട്ടത്തിലെത്തിയവ ഈ സാമ്പത്തിക വർഷം ടെൻഡർ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം KRDCയിൽ നിർമ്മിക്കുന്നവയിൽ 3 എണ്ണത്തിന് ഭരണാനുമതി നൽകി കഴിഞ്ഞു. 22 എണ്ണത്തിന് ഭൂമി ഏറ്റെടുക്കൽ അനുമതിയും കൊടുത്തു. ഇങ്ങനെ 100-ലധികം മേൽപ്പാലങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ മുൻകൈയിൽ അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ നമ്മുടെ സംസ്ഥാനത്ത് സാധ്യമാവുക. ഇതാണ് LDF സർക്കാരിന് ഈ നാടിനോടുള്ള പ്രതിബദ്ധത. ഇത്രയധികം പ്രവർത്തനങ്ങൾ റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ കാര്യത്തിൽ മാത്രം കേരളത്തിൽ നടക്കുന്നു. ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയധികം പ്രവർത്തനങ്ങൾ ഒരുപോലെ നടക്കുന്നത് ആദ്യമായിട്ടാണ്. ഈ നാട്ടിൽ എല്ലായിടത്തും വികസനം എത്തുക എന്നതാണ് LDF സർക്കാരിന്റെ നയം. വികസനം മുടക്കാൻ ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും അതിനെ ജനപിന്തുണയോടുകൂടി തന്നെ സമൂഹത്തെ ബോധ്യപ്പെടുത്തി മറികടന്ന് സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ നാടിനു വേണ്ടി, നാടിന്റെ വികസനത്തിന് വേണ്ടി എല്ലാ നിലയിലും ഇടപെടാനാണ് LDF സർക്കാർ ശ്രമിക്കുന്നത്. ഈ നാട്ടിൽ വികസനം നടക്കുന്നില്ലെന്ന് പലരും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരോടെല്ലാം ഈ വികസന പ്രവർത്തനങ്ങൾ കണ്ണു തുറന്ന് കാണാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുവാൻ ഇച്ഛാശക്തിയോടെ LDF സർക്കാർ മുന്നോട്ട് പോകും. തടസ്സമില്ലാത്ത റോഡ് ശൃംഖല സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എല്ലാ പ്രതിസന്ധികളെയും തട്ടിമാറ്റി സർക്കാർ മുന്നേറുക തന്നെ ചെയ്യും. അതിന് കേരളത്തിലെ ജനങ്ങളുടെ എല്ലാ നിലയിലുമുള്ള പിന്തുണ ഇന്നലെ വരെ ലഭിച്ചത് ഇനിയും പ്രതീക്ഷിക്കും. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. നിലവിളക്ക് കൊളുത്തി ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. അതിനായി ബഹുമാനപ്പെട്ട എല്ലാ ജനപ്രതിനിധികളെയും സ്വാഗതം ചെയ്യുന്നു. ജയമോൻ അവിടെ ഇരുന്നേ. ഒന്നിട്ട് 2000. ശിലയുടെ അനാച്ഛാദനമാണ് ഇപ്പോൾ ബഹുമാന്യനായ വി. എൻ. വാസവഞ്ചലിനെ സ്വാഗതം ചെയ്യും. റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി RBDC ജോയിന്റ് ജനറൽ മാനേജർ ശ്രീ അലക്സ് ടി. റിപ്പോർട്ടിന് മുമ്പ് ബഹുമാന്യനായ ശ്രീ തോമസ് ചാഴിക്കാടൻ എപ്പോഴും 100%. തോമസ് ചാഴിക്കാടനെ സ്നേഹപൂർവ്വം മുഖ്യപ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു.
ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ കാരിത്താസ് മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ മുഖ്യ ശില്പി ബഹുമാനായ ശ്രീ വി എൻ വാസുദേവൻ അവർ, ബഹുമാനായ ഈ പാലത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് അവർ, ഇവിടെ സ്വാഗതം ആശംസിച്ച സ്വാഗത സംഘം കൺവീനർ ശ്രീ ജോണി വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ വി ബിന്ദു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആര്യ രാജൻ, ബഹുമാനായ ഡോക്ടർ ടി കെ ജയകുമാർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, ബഹുമാനപ്പെട്ട ശ്രീ ജെയിംസ് കുര്യൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ബഹുമാനായ വൈദിക ശ്രേഷ്ഠ ഫാദർ ജോസഫ് മുണ്ടകത്തിൽ, ഫാദർ ബിനു കുന്നത്ത്, ഫാദർ ജെയിംസ് മുല്ലശ്ശേരി, ഫാദർ ജോസ് ആലുങ്കൽ, ഫാദർ അജി ജോസ്, ബഹുമാനായ സ്വാഗത സംഘത്തിന്റെ കൺവീനർ ബഹുമാനായ ഡോക്ടർ എ ജോസ് ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരെ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായി എത്തിയിട്ടുള്ളവരെ, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠ ബഹുമാനായ സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, 2.5 പതിറ്റാണ്ട് കാലത്തെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇവിടെ നടക്കുന്നത്. അതിലൊരു സ്വപ്നം കണ്ടയാള് ഞാനുമാണ്. 2000 മുതൽ ഈ മേൽപ്പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് MLA എന്ന നിലയിലും അതിനുശേഷം ഇപ്പോൾ MP എന്ന നിലയിലും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുവാൻ ഇടപെടുന്ന ഒരു ജനപ്രതിനിധിയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഈ ഉദ്ഘാടനത്തിന്റെ സ്വാഗത സംഘം ചേർന്നപ്പോൾ മുണ്ടകപ്പാടം ജനകീയ സമിതിയുടെ ഭാരവാഹികൾ പറയുകയുണ്ടായി, അവര് എൻ്റെ അടുത്ത് 42 തവണ വന്നു എന്ന്. MLA ആയിരുന്ന അവസരത്തില് ഓരോരോ ഘട്ടങ്ങളിലും ഈ പാലത്തിന്റെ നിർമ്മാണം മുതൽ, പാലം റെയിൽവേ ആണ് ആദ്യം സാങ്ഷൻ തരേണ്ടത്, റെയിൽവേയുടെ സാങ്ഷൻ കിട്ടിയതിനു ശേഷം റെയിൽവേയുടെ പോർഷൻ അല്ലെങ്കിൽ പാലം പോർഷൻ റെയിൽവേ നിർമ്മിക്കും, അപ്രോച്ച് റോഡ് സംസ്ഥാന ഗവൺമെന്റ് നിർമ്മിക്കണം, അതാണ് റെയിൽവേയുടെ നിബന്ധന. അങ്ങനെ റെയിൽവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് 5 വർഷം മുമ്പ് പൂർത്തിയായി. എന്നാൽ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിന് പല പല തടസ്സങ്ങളുണ്ടായി. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല, ബഹുമാനായ മന്ത്രി ഇവിടെ വളരെ വിശദമായി സംസാരിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അപ്രോച്ച് റോഡിന് ആവശ്യമായ ഭൂമി ഏറ്റെടുത്തതിന് ശേഷം വർക്ക് ടെൻഡർ ചെയ്തിട്ട് വർക്ക് എടുക്കാൻ ആളുണ്ടായില്ല. 5 തവണ ടെൻഡർ ചെയ്തു. RBDCക്കാണ് ഈ വർക്ക് ടെൻഡർ ചെയ്യുന്നത്, നടത്തേണ്ടത്. RBDCയുടെ മാനേജിംഗ് ഡയറക്ടർ ഞാനൊരു റിവ്യൂ മീറ്റിംഗിൽ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇതുപോലൊരു പാലമാണ്, മേൽപ്പാലമാണ് മുളന്തുരുത്തിയിലേത്. 2018 പാലം പോർഷൻ പൂർത്തിയായിട്ട് അപ്രോച്ച് റോഡ് പണി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ഇതേപോലെ ടെൻഡർ ചെയ്തിട്ട് വർക്ക് എടുക്കാൻ ആളില്ല. അങ്ങനെ വന്നപ്പോൾ 2 പാലത്തിന്റെയും കൂടി ഒരുമിച്ച് ടെൻഡർ ചെയ്യാമെന്ന് അദ്ദേഹം നിർദ്ദേശം വെച്ചു. അതിന്റെ നിർദ്ദേശം ഞങ്ങൾ കൊടുത്തു. ആ നിർദ്ദേശം അനുസരിച്ച് വർക്ക് ടെൻഡർ ചെയ്തു. വർക്ക് ടെൻഡർ ചെയ്തതിന് ശേഷം നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ഒരു പ്രത്യേക വിഭാഗമുണ്ട്, CTE, ചീഫ് ടെക്നിക്കൽ എക്സാമിനർ. അദ്ദേഹത്തിന്റെ ജോലി വർക്ക് എങ്ങനെ നടത്താതിരിക്കാം എന്നതാണ് എന്ന് കഴിഞ്ഞ ദിവസം ബഹുമാനായ മന്ത്രി തന്നെ പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് ഇങ്ങനെ 2 പാലങ്ങൾ ഒരുമിച്ച് ടെൻഡർ ചെയ്തു, അതിന്റെ ആവശ്യമില്ല, വീണ്ടും അത് പ്രത്യേകം ടെൻഡർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അത് ആ പരിശ്രമവും നടപ്പാക്കാതെ പോയി. പിന്നീട് ബഹുമാനായ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഊരാളുങ്കലിനെ ബന്ധപ്പെട്ട് അവര് ടെൻഡർ എക്സസ് ചോദിച്ചത് ക്യാബിനറ്റിൽ അദ്ദേഹം അവതരിപ്പിച്ച് അവിടുന്ന് പാസ്സായപ്പോൾ 28% ടെൻഡർ എക്സസ്
കാരിത്താസിന് നൽകാൻ ക്യാബിനറ്റ് തീരുമാനമുണ്ടായി. അങ്ങനെ വർക്ക് ഈ രീതിയിൽ നടക്കുന്ന സാഹചര്യമുണ്ടായി. കാരിത്താസിന് അംഗീകാരം ക്യാബിനറ്റ് കൊടുത്തപ്പോൾ ഞാനൊരു കത്ത് കുളത്തുരുത്തി പാലത്തിന് വേണ്ടിയിട്ട് ബഹുമാനായ മുഖ്യമന്ത്രിക്കും PWD സെക്രട്ടറിക്കും കൊടുത്തു. കാരിത്താസിന് 28% ടെൻഡർ എക്സസ് കൊടുക്കാൻ തീരുമാനമെടുത്ത ക്യാബിനറ്റ് 19% ചോദിക്കുന്ന കുളത്തുരുത്തിയുടെ കോൺട്രാക്ടർക്കും അത് കൊടുത്താൽ ആ പാലവും വളരെ കാലമായി നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്തതിന് പിന്നീട് ബഹുമാനമായ മന്ത്രിയുടെ ഉൾപ്പെടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായപ്പോൾ അതിനും ക്യാബിനറ്റ് അംഗീകാരം നൽകി ഇന്ന് ആ പാലത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ 2 പ്രധാനപ്പെട്ട പാലങ്ങൾ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ നിർമ്മാണത്തിലിരിക്കുന്നു. അത് ഒന്ന് പൂർത്തിയായി നമ്മുടെ നാടിനെ വലിയ ഉത്സവമായി ഇത് മാറിയിരിക്കുന്നു. മറ്റ് 3 പാലങ്ങൾക്ക് കൂടി അംഗീകാരം, മേൽപ്പാലങ്ങൾക്ക് കൂടി കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം, റെയിൽവേയുടെ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ബഹുമാനായ പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം 26-ാം തീയതി ഇന്ത്യയിലെ ഏതാണ്ട് 1500 മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയായതിന്റെ ഉദ്ഘാടനവും നടത്തിയപ്പോൾ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ 5 മേൽപ്പാലങ്ങൾ അതിലുണ്ടായിരുന്നു. അതിൽ 4 എണ്ണത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ബഹുമാനായ പ്രധാനമന്ത്രി നടത്തിയത്. ഒന്ന് നമ്മുടെ കോതനല്ലൂർ മേൽപ്പാലം, കുറുപ്പന്തറ മേൽപ്പാലം, കടുത്തുരുത്തി മേൽപ്പാലം, കുരീക്കാട് മേൽപ്പാലം, അങ്ങനെ 4 മേൽപ്പാലങ്ങൾ പുതുതായി നിർമ്മിക്കാനുള്ള അംഗീകാരവും ഇപ്പോൾ റെയിൽവേയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത കൂടി ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. വളരെയേറെ സന്തോഷം. ഈ നാടിനോടൊപ്പം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സന്തോഷിക്കാൻ കിട്ടിയ അവസരം ഞാൻ ഏറ്റവും ധന്യമായി കാണുന്നു. ഈ നാടിന്റെ ഈ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് പാമ്പാക്കുറയിലും അതുപോലെ തന്നെ മുളന്തുരുത്തിയിലും അതുപോലെ ചോറ്റാനിക്കരയിലും 3 പരിപാടികൾ റോഡിന്റെ ഉദ്ഘാടനങ്ങളാണ്. അതിനുവേണ്ടി പോകാൻ അനുവദിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു ബഹുമാനപ്പെട്ട അതിരപ്പുഴ പള്ളി വികാരി അച്ഛൻ ഡോക്ടർ മുണ്ട് ഫാദർ ജോസഫ് മുണ്ട്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട തുറമുഖ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ PN വാസവൻ സർ, ഈ മേൽപ്പാലം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് പൊതുജനങ്ങളുടെ ഉപയോഗത്തിനായി വിട്ടുകൊടുത്ത കേരള സർക്കാരിന്റെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ്, മുഖ്യപ്രഭാഷണം നടത്തിയ ഈ നാടിന്റെ സ്വന്തമായ MP ശ്രീ തോമസ് ചാലിക്കാട്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായ ജനപ്രതിനിധികളെ, ബഹുമാന്യരായ വ്യക്തികളെ, സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം. ദീർഘകാലത്തെ ഒരു പ്രതീക്ഷ, ഇന്ന് യാഥാർത്ഥ്യം ആയിരിക്കുകയാണ്. ഈ പ്രതീക്ഷ യാഥാർത്ഥ്യമായതിന്റെ പിന്നിൽ ഉള്ള പ്രയത്നങ്ങൾ നമ്മുടെ ജനപ്രതിനിധികൾ ഓരോരുത്തരായി ഇവിടെ വിവരിച്ചത് നമുക്ക് കേട്ടു. റെയിൽവേ മേൽപ്പാലം എന്നറിയപ്പെടുന്ന ഈ പാലത്തിന്റെ റെയിൽവേയുടെ ഭാഗം അവർ തീർത്തിട്ട് വർഷങ്ങളായി. ആ ഭാഗത്തോടുള്ള അപ്രോച്ച് റോഡ് നിർമ്മിക്കേണ്ടത്
കേരള സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് നമുക്ക് അറിയാം. ഈ കേരള സർക്കാരിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ നമ്മുടെ ബഹുമാന്യനായ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ കർമ്മരംഗത്തേക്ക് ധീരതയോട് കടന്നു വന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് എനിക്ക് വ്യക്തിപരമായി ശ്രീ വി എൻ വാസവനെ അറിയാം. അദ്ദേഹം മന്ത്രിയായി ശുശ്രൂഷ തുടങ്ങിയ കാലം മുതൽ അദ്ദേഹത്തെ എനിക്ക് പരിചയമുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ പറ്റി, ഈ നാടിന്റെ പുരോഗതിക്ക് ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളെ പറ്റി അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ, തീരുമാനങ്ങൾ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. അങ്ങനെ പങ്കുവെച്ച അവസരത്തിൽ കാരിത്താസ് മേൽപ്പാലത്തെ പറ്റിയും അദ്ദേഹം പങ്കുവച്ചു. കാരിത്താസ് മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിന്റെ ഉള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹം പങ്കുവെച്ച അവസരത്തിൽ പറഞ്ഞ ബുദ്ധിമുട്ടിതാണ്, ഈ ടെൻഡർ ഏറ്റെടുക്കുവാൻ കോൺട്രാക്ടർമാർ തയ്യാറാകുന്നില്ല. 5 പ്രാവശ്യം ടെൻഡർ ചെയ്തു, ഏറ്റെടുക്കുവാൻ കോൺട്രാക്ടർമാർ തയ്യാറല്ല. അവസാനം അദ്ദേഹം അല്പസമയം വിശദീകരിച്ചതുപോലെ ഊരാളുങ്കൽ സൊസൈറ്റി അത് ഏറ്റെടുത്തു എങ്കിലും അവരും അവരുടെ ടെൻഡർ തുക കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ആ ടെൻഡർ തുക കൂട്ടി ക്യാബിനറ്റിനെ കൊണ്ട് ഉത്തരവിറക്കുവാൻ മന്ത്രിയുടെ പരിശ്രമം എത്രമാത്രം വലുതായിരുന്നു എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും ഞങ്ങൾ നേരിൽ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത് ഒന്ന് യാഥാർത്ഥ്യമാക്കണം, കാരണം ഇത് ജനത്തിന്റെ ഒരു ആവശ്യമാണ്. 2 കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ മേൽപ്പാലം കാരിത്താസ് ആശുപത്രിയും കോട്ടയം മെഡിക്കൽ കോളേജുമായുള്ള ആ ബന്ധം പുനഃസ്ഥാപിക്കുന്ന ഒരു പാലമാണ്. അത് ജനത്തിന് ആവശ്യമാണ്. ഈ മേൽപ്പാലത്തിന് റെയിൽവേ ഗേറ്റ് ആയിരുന്ന സാഹചര്യത്തിൽ ഇവിടെ ആംബുലൻസ് വന്ന് റെയിൽവേ ഗേറ്റ് അടങ്ങിപ്പോയത് കൊണ്ട് മെഡിക്കൽ കോളേജിനെ സമീപിക്കുവാൻ സാധിക്കാതെ രോഗികൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ താല്പര്യം സ്വന്തമാക്കി സ്വീകരിച്ച മന്ത്രി അതിനുവേണ്ടി അക്ഷീണം പരിശ്രമിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ദിവസത്തിന്റെ പിന്നിലുള്ള ആ വിജയത്തിന്റെ രഹസ്യം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന് നമുക്ക് ഉയർന്ന ഒരു കയ്യടി നമ്മുടെ അഭിമാനത്തിന്റെ സൂചകമായി നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. ഞാനധികം ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. വിശദമായി മന്ത്രിമാരും ജനപ്രതിനിധികളും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞു. ഞാനിവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. ഞാൻ എഴുന്നേറ്റപ്പോൾ മുല്ലശ്ശേരി അച്ഛൻ എന്റെ ചെവിയിൽ വന്ന് പറഞ്ഞു, അച്ഛൻ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സംസാരിക്കണം, ഞങ്ങൾ ആരും സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഈ മന്ത്രിക്ക് നന്ദി പറയുകയാണ്. ഇങ്ങനെ ഒരു മന്ത്രിയെ ഞാൻ കണ്ടിട്ടില്ല. 2 വർഷങ്ങൾക്ക് മുൻപ് മന്ത്രിയായി സ്ഥാനമേറ്റപ്പോൾ തീരുമാനിച്ച തീരുമാനങ്ങൾ 2 വർഷത്തിന് ശേഷം എത്രമാത്രം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് അവലോകനം ചെയ്യുവാൻ ഈ നാട്ടിലെ പ്രമുഖരായ ജനതയെ വിളിച്ചുകൂട്ടി അവലോകനം നടത്തുവാൻ തന്റെ ഇടമുള്ള നട്ടലുള്ള ഒരു മന്ത്രിയെ ഞാൻ കണ്ടിരിക്കുന്നത് ശ്രീ വി എൻ വാസവനിൽ മാത്രമാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇച്ഛാശക്തിയോടുകൂടി നിശ്ചയബോധ്യത്തോടുകൂടി നാടിന്റെ പുരോഗതിക്ക് വേണ്ടി, നാടിന്റെ നാട്ടാളുടെയും വിജയത്തിന് വേണ്ടി അവരോട് കൂടി അദ്ദേഹം ഉപയോഗിച്ച ഒരു വാക്ക് മാർപ്പാപ്പ തന്റെ ടൈറ്റിലോട് ചേർത്ത് ഉപയോഗിക്കുന്ന ഒരു പദമാണ്, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ദാസനാണ് എന്നുള്ള പദം. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ദാസനായി എളിമപ്പെട്ടുകൊണ്ട് ഈ കേരള സംസ്ഥാനത്തില് ഒരു മന്ത്രിയായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് എല്ലാ വിജയങ്ങളും ഞാൻ ആശംസിക്കുന്നു. ഈ നാടിന് വേണ്ടി ചെയ്തു വരുന്ന എല്ലാ നന്മകൾക്കും ഞാൻ നന്ദി പറയുന്നു. അദ്ദേഹത്തെ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ അനുമോദിക്കുന്നു. അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും സർവീസുകൾ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നു. മെഡിക്കൽ കോളേജ്
സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ. ഏറ്റവും ആദരണീയനായ കേരളത്തിന്റെ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വാസുവൻ സർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ ഈ പാതയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ മെഡിക്കൽ കോളേജാണ്. ജീവനും കയ്യിൽ പിടിച്ചോടി വരുന്ന ആംബുലൻസുകൾക്കും രോഗികൾക്കും വളരെ പെട്ടെന്ന് തന്നെ NC റോഡിലെ തിരക്കൊഴിവാക്കി അങ്ങോട്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ അവിടേക്ക് എത്തുന്ന ജീവനക്കാർക്ക് എല്ലാം വളരെ പെട്ടെന്ന് എത്താൻ സാധിക്കുന്ന രീതിയിൽ ഈ ഒരു പാത ഇന്ന് ആയിരിക്കുകയാണ്. അതോടൊപ്പം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് നോക്കിയാൽ നമ്മുടെ ഗാന്ധിനഗർ മെഡിക്കൽ കോളേജ് പാത, കാരിത്താസ്, നീണ്ടൂര്, അതിരമ്പുഴ, ഇങ്ങനെ എല്ലാ വഴികളും മെഡിക്കൽ കോളേജിലേക്കുള്ളത് ഇന്ന് വലിയ വികസനത്തിൽ എത്തി നിൽക്കുകയാണ്. മെഡിക്കൽ കോളേജിന്റെ വികസന കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. സാറ് തുടങ്ങി വെച്ച സർജിക്കൽ ബ്ലോക്ക് ഒരു പണി ഏകദേശം തീർന്നു. അടുത്ത 6 മാസം കൊണ്ട് 400 ബെഡുകളും 14 തിയേറ്ററുമായിട്ട് അത് തുടങ്ങുകയാണ്. അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് 15 മാസം കൊണ്ട് തീരും. കാർഡിയോളജി ബ്ലോക്ക് ഏകദേശം തീരാറായി. അങ്ങനെ വലിയ വലിയ വികസന പ്രവർത്തനങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയും അതിന്റെ എല്ലാവിധമായ വികസനത്തിന് എന്നും മുന്നിൽ നിന്ന് ഞങ്ങൾക്കൊരു ചാലക ശക്തി ഏൽക്കുകയും ചെയ്യുന്ന വാസുവൻ സാറ് ഈ നാടിന്റെ അഭിമാനമായിരിക്കുകയാണ്. ഈ നാടിന്റെ സുവർണ കാലഘട്ടമാണ് ഇതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പാലത്തിന് അല്ലെങ്കിൽ ഈ ഓവർ ബ്രിഡ്ജിന് വേണ്ടി പിന്നിൽ പണിയെടുത്ത എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, ആശംസകൾ അർപ്പിക്കുന്നു. ഫാദർ ജെയിംസ് മുല്ലശ്ശേരി, ക്ഷമിക്കണം, ഫാദർ ബിനു കുദർ, ഡയറക്ടർ കാരിത്താസ് ഹോസ്പിറ്റൽ. സ്നേഹമുള്ളവരെ, ജോസഫ് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ആശംസ അർപ്പിച്ചുകൊണ്ട് തന്നെയും ഈ കാരിത്താസ് തള്ളർ മേഖലയിൽ ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ അതൊരു മനോവിഷമമായി എപ്പോഴും കിടക്കുമെന്നുള്ള ചിന്തയിൽ തന്നെ മനസ്സിന്റെ അന്തരംഗത്തിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ ഒരു ആശംസ അർപ്പിക്കുകയാണ്. കാരണം ഓരോ പാലവും പണി തീർക്കുമ്പോൾ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുകയാണ്. കേരളവും കോട്ടയം മെഡിക്കൽ കോളേജ്, മുണ്ടക്കപ്പാടവും കൈയും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജും കോട്ടയത്തിന്റെ ആരോഗ്യ മേഖലകളായ കാരിത്താസും മാതായും ബത്തേരിയും അടങ്ങുന്ന ആരോഗ്യ മേഖലയും തമ്മിലുള്ള ബന്ധവും വീണ്ടും പുനഃസ്ഥാപിക്കുന്ന ഒരു സുപ്രധാനമായ ഘടകമാണ് ഈ കാരിത്താസ് റെയിൽവേ ഓവർബ്രിഡ്ജ്. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് അടഞ്ഞുകിടന്ന ഈ ഒരു പ്രവർത്തനം ഇതാ 12-13 മാസങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ പ്രവർത്തനത്തിന്റെ പുറകില് മുണ്ടുറക്കി മുന്നോട്ട് വന്ന് സധൈര്യം ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ ഈ ജനങ്ങളുടെ പ്രവർത്തനത്തിനായി പ്രവർത്തിച്ച നമ്മുടെ MLA-യും അതുപോലെ മന്ത്രിയുമായ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ വാസുവൻ അവരോട് തന്നെയാണ്. കാരിത്താസ് ആശുപത്രിയിൽ തന്നെ ഏകദേശം 3000-ഓളം സ്റ്റാഫംഗങ്ങളുണ്ട്. ഈ സ്റ്റാഫംഗങ്ങളെല്ലാം ഒരു പ്രതീക്ഷയാണ് ഈ ഒരു മേൽപ്പാലം. കാരണം ഈ ഭാഗങ്ങളിൽ താമസിക്കുന്ന ജോലിക്കാർ ഇവിടെ വരണമെങ്കിൽ 1 മണിക്കൂറൊക്കെ എടുക്കുകയാണ് ഇപ്പൊ വരുവാൻ. ഇപ്പൊ ഈ 10 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. അതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജുമായിട്ടുള്ള ഒരു ആത്മബന്ധവും വീണ്ടും പുനഃസ്ഥാപിക്കുവാനായിട്ട് സാധിക്കും. ഇന്നലെ വൈകിട്ട് ഈ മനോഹരമായ പാലം കാണുവാനായിട്ട് വന്നപ്പോൾ കുറെ ഈ നാട്ടിലെ പ്രഗംഭര് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം ഈ പാലത്തിലൂടെ നടന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു. അത്ര ക്വാളിറ്റി ഉള്ള ഒരു പാലമാണ്. പല പാലങ്ങളും പരിപാടികൾ തന്നെയും മനോഹരമായ ഒരു ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള പാലം പണി പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിനാൽ ആളുകൾ സൊസൈറ്റിയോടുള്ള നന്ദിയും ഈ സ്നേഹവും അറിയിക്കുകയും ചെയ്യുകയാണ്. ഈ അവസരത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ മുന്നിൽ നിന്നുകൊണ്ട് നയിച്ച ആരാധ്യനായ വാസുവൻ അവർക്കും മറ്റ് ജനപ്രതിനിധികൾക്കും ഈ തള്ളകത്തിന്റെയും മുണ്ടൽക്കരയുടെയും എല്ലാ
നിവാസികളുടെ പേരുള്ള നന്ദിയും സ്നേഹവും ആത്മാർത്ഥമായിട്ട് അർപ്പിക്കുകയാണ്. ഒരുമിച്ച് ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് ഈ നാടിന്റെ വികസനത്തിനായി പ്രവർത്തനത്തിനായിട്ട് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് മുന്നേറുകയും ചെയ്യാം. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവങ്ങളും ആശംസകളും തരികയും ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.